നമസ്കാരം. ഭാരതത്തിനെതിരെ തിരിഞ്ഞതോടെ മാലിദ്വീപിന് ഇത് തിരിച്ചടികളുടെ കാലമാണ്. ഭാരതവുമായുള്ള സഹകരണം അവസാനിപ്പിച്ചതോടെ ദ്വീപ് രാഷ്ട്രത്തിന്റെ പ്രധാന വരുമാനമായ ടൂറിസം രംഗത്ത് വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ഉറ്റ ചങ്ങാതിയായ ചൈന ഇപ്പോൾ വായ്പാ തിരിച്ചടവ് എന്ന ആവശ്യമുയർത്തി രംഗത്തെത്തിയിരിക്കുകയാണ്. $300 കോടി മാലിദ്വീപ് ചൈനയ്ക്ക് തിരിച്ചടിക്കേണ്ടത്. ഇത് നൽകാൻ കഴിയാതെ വന്നാൽ ചൈന എന്താകും ഈടായി ആവശ്യപ്പെടുക എന്ന ചോദ്യവും ഇപ്പോൾ മുയിസു സർക്കാരിനെ കാര്യമായി തന്നെ അലട്ടുന്നുണ്ട്. അതേസമയം ചൈനയിൽ നിന്നും പണം കടം വാങ്ങുന്നത് നല്ലതിനല്ലെന്ന് മുൻപേ ലോകബാങ്ക് മാലിദ്വീപിന് താക്കീത് നൽകിയിരുന്നു. എന്നാൽ ലോകബാങ്കിന്റെ താക്കീതിനെ അവഗണിച്ചുകൊണ്ടായിരുന്നു മാലിദ്വീപ് ചൈനയിൽ നിന്നും കടം വാങ്ങി കൂട്ടിയത്. എന്തായാലും വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ മാലിദ്വീപിലെ എന്തെങ്കിലുമൊക്കെ ചൈനയ്ക്ക് തീരെഴുതി കൊടുക്കേണ്ടി വരുമെന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. കാരണം ചൈനയിൽ നിന്നും കടം വാങ്ങിയവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നിരവധി ഉദാഹരണങ്ങൾ മുന്നിലുണ്ടായിട്ടാണ് മാലിദ്വീപ് ഈ സാഹസം കാണിച്ചത്. എന്നാൽ നേരത്തെ ചൈനയിൽ നിന്നും കടം വാങ്ങിയ ശ്രീലങ്കയ്ക്ക് ഒടുവിൽ ഹമ്പൻടോട്ട എന്ന തുറമുഖം തന്നെ ചൈനയ്ക്ക് തീരെഴുതി കൊടുക്കേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കടക്കെണിയിൽ നിന്നും കരകയറാൻ ഭാരതം സഹായിക്കണമെന്ന് കരഞ്ഞ് ആവശ്യമുന്നയിക്കുകയാണ് ഇന്ത്യ വിരുദ്ധ നേതാവ് ഹസൻ ഖുർസി. ഇതോടെ മാലിദ്വീപിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ചൈനയെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ നാവികരെ മാറ്റിയതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്കാണ് ഇന്ത്യ വിരുദ്ധനായ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു നീങ്ങിയത്. അതേസമയം മോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ മുയിസു മന്ത്രിസഭയിലെ 3 പേർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് വിവാദമായിരുന്നു. കൂടാതെ ഗവേഷണത്തിനെന്ന പേരിൽ പുറപ്പെട്ട ചൈനീസ് ചാരക്കപ്പലിന് മാലിദ്വീപ് തീരത്ത് നങ്കൂരമിടാൻ മുയിസു അനുമതി നൽകിയതും ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണെന്നാണ് നിഗമനം. നയതന്ത്ര തർക്കത്തിന് പിന്നാലെ ഇന്ത്യൻ വിമാനത്തിന് മുയിസു അനുമതി നിഷേധിച്ചതിനാൽ 14കാരൻ ചികിത്സ കിട്ടാതെ മരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഇന്ത്യയാകട്ടെ മാലിദ്വീപിനോടുള്ള നിലപാട് കടുപ്പിച്ചതോടെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മാലിദ്വീപ് സന്ദർശിക്കുന്നതിന് വിമുഖത കാട്ടുകയാണ്. ഇതോടെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം കുത്തനെ ഇടിഞ്ഞു. ഇതും മാലിദ്വീപിന്റെ വരുമാനത്തെ ഇപ്പോൾ വലിയ തോതിൽ തന്നെ ബാധിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.